അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പിരിസത്തെ മോമിനികളെ, ഇണ്ട് നിങ്ങളുടെ മുന്നിൽ പലക്ക് പറയുക സെലക്ട് ആക്കി എനിക്കത്തെ വിഷയ ഫർള് കുളിയുള്ളതായിട്ട് ഇക്കിട്. അത് ജനാബത്ത് കുളിയാവട്ടെ, ഹൈദ് കുളിയാവട്ടെ, നിഫാസ് കുളിയാവട്ടെ. ഈ കുളി എന്തിനും നിങ്ങൾ ജാഗ്രത ആക്കണോ. കുളിക്കുമ്പോൾ ഞങ്ങൾ പ്രത്യേകമായിട്ട് പഠിച്ചു വെക്കണായ വിഷയ. ഇത് പഠിച്ചില്ലെങ്കിൽ ഞങ്ങളെ കുളി ശരിയാവില്ല. കുളി ശരിയായില്ലെങ്കിൽ നിസ്കാരം ശരിയാവില്ല, ഖുർആനോത്ത് ശരിയാവില്ല, പള്ളിക്ക് പത്രത ഹറാമ്, തവാഫ് ഹറാമ്, ഇങ്ങനത്തെ ചമ്മ അനാഹുത്ത ഇതിൻ്റെ ബാക്കിൽ വന്നുകൊണ്ടുണ്ടോ. അപ്പോൾ പിരിസത്തെ മോമിനിങ്ങളെ, കുളിയുള്ള വിഷയം ഞങ്ങൾ കറക്റ്റായിട്ടും നിർബന്ധമായിട്ടും പഠിക്കണായ പോലെ ഞങ്ങൾ പഠിച്ചിട്ടിക്കണോ. എന്തിനാ ഇത് ചൊല്ലിച്ചെന്നെങ്കിൽ ചമ്മ ആൾമാർക്ക് ഇനിയും ഈ ഒരു വിഷയത്തിൽ ഡൗട്ട് ക്ലിയർ ആയിട്ടില്ല മാത്രമല്ല, ഡൗട്ട് ക്ലിയർ ആക്കുക എന്നൊരാളുടെ കേൾക്കുക അങ്ങ് ഏസിಗೆ ചങ്കയായിട്ടിക്കിട്. അതിന് കാരണത്താൽ ബാക്കിൽ ബണ്ട് എന്തിനു ചൊന്നെങ്കിൽ ചമ്മ ഹറാമായിട്ടിക്കിട്. ഇതിൻ്റെ ബാക്കിൽ വന്നുകൊണ്ടല്ലോ ചൊന്നെങ്കിൽ കുളി നിർബന്ധമായ ആൾ ശരീരത്തിൽ നിയമം പാലിച്ചിട്ട് ഫർള് കുളിച്ചിട്ടില്ലാണ്ടായിട്ടില്ലെങ്കിൽ അയാൾക്ക് ഖുർആൻ ഓതുന്നത് ഹറാമായിട്ടിക്കിട്, പള്ളിക്ക് പത്തരുത് ഹറാമായിട്ടിക്കിട്, അതുപോലെ നിസ്കരിക്കരുത് ഹറാമായിട്ടിക്കിട്. ഇങ്ങനത്തെ ചമ്മ കാര്യങ്ങൾ അതിൻ്റെ ബാക്കിലുണ്ടോ. അപ്പം പഠിക്കണം പിരിസത്തെ മോമിനിങ്ങളെ. ഈ കൊറിയ നാൾ മുന്നല്ലോ ഒരാൾ നന്നിട്ട ഈ കുളിര വിഷയത്തിൽ ഡൗട്ട് കേട്ടിട്ട് സത്യത്തിൽ അയാൾ 3 മക്കളെ ബാപ്പായിട്ടിക്കിട്. ഇതൊക്കെ ഒരു ബേജാറായിപ്പോയി എന്ന് വെച്ചെന്നെങ്കിൽ അപ്പം ഇത്ര കാലം നിങ്ങൾ ഈ വിഷയത്തിൽ പഠിക്കാണ്ട് ഒട്രാസി കുളിച്ചോണ്ട് ഇന്നമായിട്ടുള്ള ഒരു ബേജാർ അയാളുടെ ബറുണ്ട്. അതിലൊട്ടിക്കുന്ന ഒരു കൊസി എന്ന് വെച്ചെന്നെങ്കിൽ ഈ 3 മക്കളെല്ലാം ആയിട്ട് ഇപ്പോഴെങ്കിലും ഈ ഒരു വിഷയത്തിൽ പഠിക്കണോണ്ടുള്ള ഒരു മനസ്സേൽ കാട്ടിത്തല്ലേ അതിലൊക്കെ അയാളെ വിഷയത്തിൽ വാരി കൊസിയുമായി പോയിട്ട്. അപ്പം പിരിസത്തെ മോമിനിങ്ങളെ ഞങ്ങൾ അർത്ഥാക്കിയിട്ട് കറക്റ്റ് പഠിക്കണം എനിക്കത്തെ ഒരു വിഷയ. ഇത് ഞാൻ ചൊല്ലെ ഫസ്റ്റ് ആണിങ്ങൾക്ക് ചൊല്ലെ, പിന്നെ പെണ്ണുങ്ങൾക്ക് ചൊല്ലെ. അപ്പോൾ ഈ കുളി നിർബന്ധമായിപ്പോയെങ്കിൽ ജനാപത്തുകാരായെങ്കിൽ ആണിങ്ങ ജനാപത്തുകാരാവരെങ്ങനെ ഒന്നെങ്കിൽ മനീയ പുറപ്പെടൽ കൊണ്ട്, അല്ലെങ്കിൽ അങ്ങനെ പാർട്ട്ണറുമായിട്ട് സെക്സ് ബന്ധത്തിൽ ഏർപ്പെടൽ കൊണ്ട് അങ്ങ് ജനാപത്താവൂ. അങ്ങനെ ജനാപത്തായി പോയെങ്കിൽ അങ്ങ് എന്തിനാക്കണോ. ഞാൻ ആണിങ്ങൾക്ക് ചൊന്നോണ്ടില്ല ഫർള് കുളിക്കണോ. എങ്ങനെ കുളിക്കണോ? കുളിക്ക് 2 ഫർളുണ്ടോ. എന്തിനാ ഫർള്? 1 നീയത്ത്, 2 തടി ഫുള്ളും ഒരു ഭാഗവും വിടാണ്ട് തണ്ണി എന്താക്കണോ, തടി ഫുള്ളും ചണ്ടിയാവണോ. തടി ഫുള്ളും തണ്ണി കൊണ്ട് ചണ്ടിയാവുന്ന രൂപത്തിലുള്ള ഒരു കുളിക്കണോ. അപ്പം നീയത്ത് വേണു, തടി ഫുള്ളും തണ്ണി എത്തിരിട്ട് ഉറപ്പാവുന്ന രൂപത്തിൽ കുളിക്കണോ. അപ്പം നീയത്ത് എന്ത് ഇതായിട്ട് ഇവിടെ ചെമ്മാൾമാരെ ഗുന്തില്ലാത്തത്. നീയത്ത് ഒരാണുക്ക് ഇങ്ങനെ നീയത്ത് വെക്കാം. കുളിര ഫർളരെ ഞാൻ വീട്ടേ ചെന്നിട്ട് തണ്ണി ബെസ്റ്റ് ബീത്തില്ലേ തലേക്ക്, ആ ബീത്തിലെ ടൈമിലായിട്ടിക്കണോ നീയത്ത് വെക്കണായത്. അപ്പം ഫർള് കുളി ഞാൻ കുളിക്കറേ അങ്ങനെ വെക്കാം, അല്ലെങ്കിൽ കുളിര ഫർളരെ ഞാൻ വീട്ടേ അങ്ങനെ വെക്കാം, അല്ലെങ്കിൽ ഞാൻ ജനാപത്ര ഇല്ലാണ്ടാക്കറേ ജനാപത്ര ഞാൻ ഉയർത്തരേ ചെന്നിട്ടുള്ള നീയത്ത് വെച്ചിട്ട് നമുക്ക് എന്താക്കാം തണ്ണി വീത്ത. അങ്ങനെ ഇതെങ്കിൽ ഞങ്ങളെ ഇത് തണ്ണി ഫുൾ എത്തലോട് കൂടി ഞങ്ങൾ വലിയ അശുദ്ധിനെ തൊട്ട് രക്ഷപ്പെട്ടങ്ങായ. ഇനി ഞങ്ങൾക്ക് നിസ്കാര ഖുർആനോത്ത് അതെല്ലാം ഹലാലായി ബണ്ട്. ഉളു എടുക്കണോ, നിസ്കരിക്കണമെങ്കിൽ ഖുർആൻ ഓതണമെങ്കിൽ ഈ ഉളു എടുക്കണോ ചെന്നിട്ടില്ല. ഈ ജനാപത്ത് ക്ലിയർ ആയെങ്കിൽ ഖുർആൻ ഓത ഞങ്ങൾക്ക് ഖുർആൻ തുടങ്ങായിട്ട് ഉളു വേണ. അപ്പം ഇങ്ങനത്തത് ഇതായിട്ടിക്കട്ട് വിഷയ. കുളി എങ്ങനെ കുളിക്കുമെന്ന് വെച്ചാൽ നീയത്ത് വെക്കണോ, നീയത്ത് വെച്ചിട്ട് തണ്ണി വീത്തണോ. വീത്തൽ തടി ഫുള്ളും ചണ്ടിയാവണോ. ജണ്ടേ ഫർള് ഇതോട് കൂടി ശരിയായിട്ട്. ഇനി പെണ്ണിങ്ങ ഹൈല് കുളിக்கிறങ്ങായിട്ടിരുന്നെങ്കിൽ ഹൈലെല്ലാം സ്റ്റോപ്പായ പിന്നെ ഇപ്പം എന്തിനെ കണ്ടു പണ്ടോണ്ടുള്ളതെന്ന് ചെന്നെങ്കിൽ ചമ്മ പെൺമക്കൾക്ക് കോളേജ് പഠിച്ചുകൊണ്ടുള്ളാറ്, ഡിഗ്രിയിലുള്ളാറ്, MBBS പഠിച്ചുകൊണ്ടുള്ളാറ്, വലിയ വലിയ റാങ്കിൽ ഗ്രേഡിൽ പഠിച്ചുകൊണ്ടുള്ളാറ്. ബട്ട് ഞങ്ങൾക്ക് നിർബന്ധമായ പഠിക്കണായ എനക്കത്തെ ഈ കുളിര വിഷയത്തിൽ ഇനിയും പഠിച്ചിട്ടില്ല. അങ്ങനെ എന്താ വരും, ഞങ്ങൾക്ക് ബ്ലീഡിങ് എല്ലാം തീന പിന്നെ മെൻസസ് എല്ലാം സ്റ്റോപ്പായ പിന്നെ നോർമൽ പോയിട്ട് ഒരു കുളി ഇങ്ങനെ തണ്ണി ഇങ്ങനെ വീത്തിട്ട് സോപ്പലിട്ട് ഒരു കുളിച്ച് വേണ്ടാറ്. ആ കുളി കൊണ്ട് നിങ്ങളെ ഫർള് വീടില്ല. നിങ്ങൾ ഇനിയും ഹൈൽ അശുദ്ധിയിൽ നിന്ന് പുറത്തു വന്നിട്ടില്ല. ഉമ്മമാരെ സഹോദരിമാരെ, ഈ ഒരു വിഷയം നിങ്ങൾക്ക് നെനപ്പിക്കട്ടും. ചമ്മ ഉമ്മമാരുള്ള നിങ്ങളെ പെൺമക്ക 18 17 വയസ്സുള്ള നിങ്ങളെ പെൺമക്കൾക്ക് ഇത് നിങ്ങൾ ചൊന്നു കൊടുക്കണോ. എങ്ങനെ നീ കുളിച്ചടി മോളൂ, കുളിക്കുമ്പോൾ ഇങ്ങനെ നീയത്ത് വെച്ച് കുളിച്ചിരേ, കുളിക്കുമ്പോൾ തടി ഫുള്ള് തണ്ണി എത്തിറാ എന്നല്ല നിങ്ങൾ കേട്ടിട്ട് ക്ലിയർ ആക്കി കൊടുക്കണോ. അപ്പം മെൻസസ് ക്ലിയർ ആയപ്പോൾ ഈ പെണ്ണ് പോയിട്ട് കുളിക്കുമ്പോൾ നീയത്ത് വെക്കണോ. എന്തോ നൻ്റെ ഹൈല് കുളി ഞാൻ കുളിക്കറേ ചെന്നിട്ട് നീയത്താക്കണോ, അല്ലെങ്കിൽ ഞാൻ വലിയ അശുദ്ധിരെ ഇല്ലാണ്ടാക്കറേ ചെന്നിട്ട് നീയത്ത് വെച്ച് കുളിച്ചെങ്കിലും മയ്യാവോ. നിഫാസ് പെത്ത് കിടന്നിട്ടുള്ള പെണ്ണിങ്ങ അതിമാരെ ബ്ലീഡിങ് എല്ലാം സ്റ്റോപ്പായി പിന്നെ നിഫാസ് കുളിക്കണം. അപ്പം നൻ്റെ നിഫാസ് കുളി ഞാൻ കുളിക്കറേ ചെന്നിട്ട് നീയത്ത് വെച്ച് തണ്ണി വീത്ത, അല്ലെങ്കിൽ ഞാൻ വലിയ അശുദ്ധിരെ ഇല്ലാണ്ടാക്കറേണ്ട നീയത്ത് വെച്ചിട്ടും തണ്ണി വീത്ത. ഇനി ഒരു പെണ്ണുക്ക് 2 കാരണമായിട്ട്, അതായത് ഒരു പെണ്ണ് ജനാപത്തുകാരിയായാൽ മാപ്പിലിട്ട ബന്ധപ്പെട്ടിട്ടാവുമ്പോൾ കുളി നിർബന്ധമാവും. അപ്പോൾ പെണ്ണുക്കും നിർബന്ധമാവും, ആണുക്കും നിർബന്ധമാവും.
അങ്ങനെ നിർബന്ധമായി ആയാൽ പിന്നെ കുറേ നേരമായപ്പോൾ ഈ പെണ്ണുക്ക് ഹൈദും ആയിത്ത്. അപ്പം നോക്കൂ, ഒരു കുളി നിർബന്ധമായിട്ട് ഇപ്പോൾ പാടാ ഹൈദും ആയിത്ത്, 5 നാളാ 4 നാളാ ബ്ലീഡിങ് കിക്കുക, ഹൈദ് സ്റ്റോപ്പ് ആയിത്ത്. അപ്പം ഇത് കഴിഞ്ഞിട്ട് പിന്നെ കുളിക്കുമ്പോൾ എന്തിനാക്കണം ഉസ്താദെ? ചെമ്മാൽ പണ്ട് ഔട്ടായിട്ടിക്കട് ജണ്ട് പട്ട കുളിക്കണോ അല്ല ജണ്ട് നീയത്ത് വെക്കണോ എന്തിനാ വെക്കണോ നീ ഏത് നീയത്ത് വെക്കണോട്ടുള്ളതായിട്ടിക്കട്. അപ്പോൾ പിരിസത്ത് മോമിനിങ്ങളെ, അപ്പം മാപ്പിളൊട്ടിക്ക് ബന്ധപ്പെട്ടിട്ട് കുളി നിർബന്ധമായ ഒരു പെണ്ണ് കുറേ നേരം കഴിഞ്ഞിട്ട് കുളിக்கிறதுக்கு മുന്നേ ഹൈലും ആയെങ്കിൽ അവൾ പിന്നെ ഒരു 4-5 നാൾ എന്താക്കാറ് ഈ ബ്ലീഡിങ് എല്ലാം തീരോ കാക്കണോ, അപ്പോൾ കുളിക്കുകയില്ല. അങ്ങനെ 4-5 നാളെല്ലാം കഴിഞ്ഞ് പിന്നെ ബ്ലീഡിങ് എല്ലാം സ്റ്റോപ്പായി പിന്നെ കുളിക്കണം. കുളിക്കുമ്പോൾ മുന്നാണ്ട് നക്ക് എൻ്റെ മാപ്പിളൊട്ടിക്ക് ഞാൻ ബന്ധപ്പെട്ടിട്ട് നക്ക് കുളി നിർബന്ധമായിരല്ലേ, ആ ഒരു കുളിയും ഈ ഇപ്പോഴത്തെ ഹൈല് കുളിയും ജണ്ട് കുളിക്കണോണ്ടില്ല. ഏതെങ്കിലും ഒരു കുളിക്കൽ കൊണ്ട് അവിടെ ജണ്ടും சரியாவரு ஒரு குளிக்கல் கொண்டு ஃபர்து குளி ஒரு குளிக்கல் கொண்டு അവിടെ വേണമെങ്കിൽ ನನ್ನ ഫർദ് കുളി ഞാൻ കുളിக்கிறேன்ட்டு നീയത്ത് വെച്ചിട്ട് ഇതാക്കാം, അല്ലെങ്കിൽ എൻ്റെ ഹൈല് കുളി ഞാൻ കുളിக்கிறேன்ட்டு നീയത്ത് വെക്കലോട് കൂടെയും ഈ ബന്ധപ്പെട്ടിട്ട് നിർബന്ധമായ എനക്കത്തെ കുളിയും എല്ലവും ഒന്നില്ലേ പരിഹാരമായിട്ട് പിരിസത്ത മൂമിനിങ്ങളെ അർത്ഥാക്കണോ. അപ്പൊ പെണ്ണിങ്ങകും ജനാപത്തൈത്ത്, ഇനി ഹൈലന്തും അല്ല മാപ്പിളൊട്ടിಗೆ ബന്ധപ്പെട്ടിട്ട് ജനാപത്തൈത്ത്, ആ പെണ്ണും വന്നിട്ട് എന്തിനാക്കണോ ഈ കുളി നിർബന്ധമായ കുളിക്കണം. അപ്പം ജനാപത്തരെ ഞാൻ ഉയർത്തരേണ്ട നീയത്ത് വെച്ച് തന്നെ വീത്തണം, അല്ലെങ്കിൽ ഫർദ് കുളി ഞാൻ കുളിக்கிறேன் നീയത്ത് വെച്ച് തന്നെ വീത്തണം. ഇനിയൊരു ഡൗട്ട് ചമ്മയാൾമാർക്ക് ബന്ധതായിട്ടിക്കട് ബന്ധപ്പെട്ടിട്ടുള്ള ആയൽ പിന്നെ കുളിച്ചിട്ടുള്ള ആയൽ പിന്നെ വന്നിട്ട് നോക്കുമ്പോൾ മാപ്പുലരെ മനീയ് പെണ്ണിരെ ആ രഹസ്യഭാഗത്തിൽ കൂടി പുറത്തേക്ക് ബന്ധെങ്കിൽ, അതായത് നുപ്പാട്ടെ പോയ മനീയ് റിട്ടേൺ പുറത്തേക്ക് ബന്ധേട്ട് കണ്ടെങ്കിൽ അവിടെ എന്തിനാക്കണോ? അങ്ങനെ പുറത്തേക്ക് വന്നെങ്കിൽ ഞാനിപ്പോൾ കുളിച്ച് വന്ന പിന്നല്ല ഇത് വന്നേട്ട് ചൊല്ലോകില്ല, റിട്ടേൺ പോയിട്ട് കുളിക്കണോ. അപ്പോൾ കുളിக்கிறதுக்கு മുന്നോളും അതെല്ലാം ക്ലിയർ ആക്കിയിട്ടായിട്ടിക്കണോ ഞങ്ങൾ കുളിക്കണായത് പിരിസത്തെ മോമിനികളെ. അപ്പം ജനാപത്ര വിഷയം ഞാൻ ചൊന്ന് സാധാ ആൺമക്ക 15 16 14 വയസ്സുള്ള ആൺമക്ക അങ്ങനെ എല്ലാവർക്കും ഫർലായി ബണ്ടനക്കത്തെ അവസ്ഥ ചൊന്നെങ്കിൽ അത് ഈ മങ്ങിലായിട്ടേ വേണോട്ടൊന്നും ഇല്ലല്ലേ. ജാവ് ഒരാൾ ഉറങ്ങിയിട്ട് ആ വർക്കിൽ സ്കലനായിട്ടൊരു ചെറുക്കത് ആ സ്കലനായിട്ട് സുബൈ കഴിച്ച് നോക്കുമ്പോൾ മനിയെ പുറപ്പെട്ട ഒരു ഉറപ്പ് നമുക്ക് കിട്ടിയെങ്കിൽ അവന് ഫർദ് കുളി കുളിക്കുമ്പോൾ ഞാൻ ജനാപത്ര ഉയർത്തരേണ്ട നീയത്ത് വെച്ച് കുളിക്കണോ. അതേ ടൈമിലോ പെണ്ണ് ഹൈലായ പെണ്ണായിട്ട് ഹൈല് തീന്നെങ്കിൽ ഹൈല് കുളിക്കണോ. അത് ഹൈല് കുളിയിട്ടും നീയത്ത് വെക്കുക, അല്ലെങ്കിൽ എൻ്റെ അശുദ്ധിരെ ഞാൻ ഉയർത്ത് വലിയ അശുദ്ധിരെ ഞാൻ ഉയർത്തുക, അല്ലെങ്കിൽ ഫർദ് കുളി ഞാൻ കുളിക്കുക, അങ്ങനെ നീയത്ത് വെച്ചാലും മയ്യാവോ. കുളി ഹൈലാകളോട് കുളി ഫർദായിട്ട്. അപ്പം ഹൈല് രക്തം നിന്റെ പിന്നായിട്ടിക്കടെ കുളിക്കണത് കുളിക്കുമ്പോൾ ഇങ്ങനെ നീയത്ത് വെച്ചാലും മൈ പിരിസത്തെ മൂമിനിങ്ങളെ ചമ്മ ബാലക്കാർത്തി പെണ്ണുങ്ങൾക്ക് ഇത് ഗൊന്തില്ല. എല്ലാ ജാഗയിൽ കണ്ടുപണ്ട വിഷയം ധരിച്ചൊന്നെങ്കിൽ അങ്ങ് പോണ്ടാറ് നോർമലായിട്ട് കുളിച്ചിട്ട് വേണ്ടാറ് തീർത്തതോട് കൂടി അങ്ങനെ തീരെ വിഷയമല്ല. ഈ വിഷയങ്ങൾ കറക്റ്റായിട്ട് പഠിച്ചിട്ടായിട്ടിക്കണം ഞങ്ങൾ ആക്കണായത്. അള്ളാഹു ഞങ്ങൾക്ക് നല്ല നാഫിയായ ഇൽമ തരട്ട്. ചെന്ന വിഷയത്തിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കേൾക്കാം. അള്ളാഹു ഞങ്ങൾക്ക് ഹൈറാക്കട്ട്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.